നമസ്കാരം. മറുനാടൻ മലയാളി കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലുമായി നടത്തിയ സർവേയുടെ ഫലം ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ വരും എന്നുള്ളതാണ് നമ്മുടെ സർവേയിൽ തെളിയുന്നത്. ഏതാണ്ട് 81ഓളം സീറ്റുകളാണ് UDF നേടാൻ സാധ്യതയുള്ളതായി മറുനാടൻ മലയാളി നേരിട്ട് 140 മണ്ഡലങ്ങളിലും നടത്തിയ സർവേയിൽ വന്നിരിക്കുന്ന ഫലം. എന്നാൽ നമ്മൾ ഈ സർവേക്ക് അനുബന്ധമായിട്ട് ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കുകയുണ്ടായി. നിലവിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനം, നിലവിലുള്ള പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം, അതുപോലെ NDAയുടെ പ്രവർത്തനം, T20യുടെ NDA പ്രവേശനം സംബന്ധിച്ചുണ്ടായിരിക്കുന്ന നാടകീയ സംഭവ വികാസങ്ങൾ, ഇതിനൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി ഈ സർവേ പ്രകാരം ഞങ്ങൾ പരിശോധിക്കുകയുണ്ടായി. നിലവിലുള്ള മന്ത്രിമാരിൽ വീണ്ടും മത്സരിക്കുന്നവരിൽ എത്ര പേർ വിജയിക്കും എന്നുള്ള ആ ഒരു വസ്തുതയാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. CPMൻ്റെ ഒട്ടുമിക്ക മന്ത്രിമാരും പരാജയപ്പെടും, ഘടകകക്ഷികളുടെയും പരാജയപ്പെടും എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. രണ്ടാം പിണറായി മന്ത്രിസഭയിലെ പ്രധാന മന്ത്രിമാരായിട്ടുള്ള ആരോഗ്യമന്ത്രി വീണ ജോർജ്, അതുപോലെ തന്നെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, VN വാസവൻ, അങ്ങനെ പരാജയപ്പെടുന്ന പ്രമുഖരുടെ നിര വളരെ കൂടുതലാണ്. മിക്കയിടത്തും UDF അട്ടിമറി വിജയം നേടും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ഡാറ്റാസ് പ്രകാരം കിട്ടിയിരിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു നിഗമനം. നമുക്ക് നോക്കാം ഏതൊക്കെ മന്ത്രിമാർ വിജയിക്കും, ഏതൊക്കെ മന്ത്രിമാർ പരാജയപ്പെടും. അതിന് പ്രധാനമായിട്ടും നമ്മൾ നടത്തിയ റാൻഡം ഫീൽഡ് സർവേയിലാണ്. അപ്പോൾ രണ്ടാം പിണറായി സർക്കാരിലെ 10 മന്ത്രിമാർ പരാജയപ്പെടും എന്നുള്ളതാണ് നമ്മുടെ കണ്ടെത്തൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിലെ ധർമ്മടം മണ്ഡലത്തിൽ വിജയിക്കും. അദ്ദേഹം വിജയിക്കുമെങ്കിലും അദ്ദേഹത്തിന് ഭൂരിപക്ഷം കുറയാനുള്ള സാധ്യതയാണ് നമ്മുടെ സർവേയിൽ കണ്ടിട്ടുള്ളത്. കാരണം പിണറായി വിജയൻ്റെ സ്വന്തം മണ്ഡലമാണ്, വളരെ സുരക്ഷിതമായ മണ്ഡലമാണ് ധർമ്മടം. എന്നാൽ മറ്റുള്ളത് ഒന്നും അങ്ങനെയല്ല. സർവേ പ്രകാരം ഇപ്പോൾ കുത്തകയാക്കി വെച്ചിരിക്കുന്ന മണ്ഡലങ്ങളിലെ മന്ത്രിമാർ പോലും പരാജയപ്പെടും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. അദൃശ്യമായ ഒരു തരംഗമുണ്ട്, ഒരു സർക്കാർ വിരുദ്ധ തരംഗം. ആ തരംഗത്തിന് എത്രമാത്രം ശക്തി ഉണ്ടാവും എന്നുള്ളതനുസരിച്ചാവും ഇവിടെ LDFന് ലഭിക്കാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണം. മറുനാടൻ സർവേയിൽ 55 സീറ്റുകളാണ് LDFന് പറഞ്ഞിരിക്കുന്നത്. 4 സീറ്റുകളോളം നമ്മൾ BJPക്ക് ലഭിക്കുമെന്നാണ് മറുനാടൻ സർവേയിൽ വ്യക്തമായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മന്ത്രിമാരാരൊക്കെ ഈ തോൽവി ഭീഷണി നേരിടുന്ന മന്ത്രിമാർ, ഭരണവിരുദ്ധ വികാരത്തിൻ്റെ സൂചകം ആയിട്ട് തന്നെ ഇതിനെ നമുക്ക് വിലയിരുത്താം. കടന്നപ്പള്ളി രാമചന്ദ്രൻ, മന്ത്രിസഭയിലെ ഏറ്റവും മുതിർന്ന അംഗങ്ങളിൽ ഒരാളായ കടന്നപ്പള്ളി രാമചന്ദ്രൻ മുതൽ നേമത്ത് മത്സരിക്കുന്ന ശിവൻകുട്ടി വരെ പരാജയപ്പെടാനുള്ള സാധ്യതയാണ്. കടന്നപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂർ മണ്ഡലത്തിൽ പിന്നിലാണ്. കഴിഞ്ഞ 2 തവണയും ചുരുങ്ങിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചു കയറിയത്. ഇത്തവണയും 5% വോട്ടിന് UDFൻ്റെ സ്ഥാനാർത്ഥി TO മോഹന് പിന്നിലായിട്ടാവും അദ്ദേഹം എത്തുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന ഡാറ്റാസ്. അതുപോലെ പട്ടികജാതി വർഗ വികസന പിന്നോക്കക്ഷേമ മന്ത്രിയായിട്ടുള്ള OR കേളു വയനാട്ടിലെ മാനന്തവാടിയിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അദ്ദേഹവും നമ്മുടെ സർവേ പ്രകാരം പിന്നിലാണ്. ഇവിടെ ശക്തമായ UDF തരംഗമുണ്ട് എന്ന് കരുതുന്ന മലപ്പുറത്ത് കായിക മന്ത്രിയായിട്ടുള്ള അബ്ദുറഹ്മാനും പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ താനൂരിൽ നിന്ന് ജയിച്ചയാളാണ് അബ്ദുറഹ്മാൻ. ഇത്തവണ അദ്ദേഹം തിരൂരിലാണ് മത്സരിക്കുന്നത്. അവിടെ 2% വോട്ടിനാണ് അദ്ദേഹം പിന്നിലാണെന്നാണ് മറുനാടൻ സർവേയിൽ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കേരളം ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ഒന്ന് നടക്കുന്ന പാലക്കാട്ടെ തൃത്താലയിൽ തദ്ദേശ സ്വയംഭരണ മന്ത്രി MB രാജേഷ്, അദ്ദേഹം പരാജയപ്പെടാനാണ് സാധ്യതയെന്നാണ് നമ്മുടെ സർവേയിൽ വ്യക്തമായിരിക്കുന്നത്. കോൺഗ്രസിലെ VT ബൽറാമാണ് അദ്ദേഹത്തിന് എതിരാളി. വലിയ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. മറുനാടൻ്റെ സർവേ അനുസരിച്ച് ബൽറാം ജയിക്കും. അതുപോലെ തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുടയിൽ മത്സരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു സർവേ പ്രകാരം പിന്നിലാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒരുപടി വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു മന്ത്രിയാണ്. ബിന്ദുവിൻ്റെ ഇംഗ്ലീഷ് വരെ വ്യാപകമായി ട്രോൾ ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ R ബിന്ദു ഇക്കുറി വളരെയധികം പിന്നിലാണ്. അതുകൊണ്ട് തന്നെ ബിന്ദു തോക്കുമെന്നുള്ള റിപ്പോർട്ടാണ് നമ്മുടെ പ്രീ പോൾ സർവേയിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി ഇടുക്കിയിൽ നിന്ന് ജയിക്കുന്ന, ഇടുക്കി മണ്ഡലം കുത്തകയാക്കി വെച്ചിരിക്കുന്ന
മന്ത്രി റോഷി അഗസ്റ്റിൻ വലിയ ഭൂരിപക്ഷത്തിൽ തോൽക്കുമെന്നുള്ള ഒരു സർവേ ഫലമാണ് മറുനാടന് ലഭിച്ചത്. മറുനാടൻ നേരിട്ട് നടത്തിയ സർവേയിൽ മണ്ഡലത്തിൽ ഉടനീളം സഞ്ചരിച്ച് എടുത്ത സർവേയിൽ മണ്ഡലത്തിൻ്റെ ഒരു വികാരം നേരിട്ട് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. അവിടെ റോഷി അഗസ്റ്റിനെ മുൻ DCC പ്രസിഡന്റ് കൂടിയായ റോയ് കെ പൗലോസ് അദ്ദേഹം തോൽപ്പിക്കും എന്നുള്ള ഒരു സർവേ ഫലത്തിലേക്കാണ് നമുക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ പിണറായി മന്ത്രിസഭയിൽ കേരള കോൺഗ്രസ് മാണിയുടെ പ്രതിനിധിയായിട്ടുള്ള റോഷി അഗസ്റ്റിൻ അദ്ദേഹം പരാജയപ്പെടും എന്നാണ് കണക്കാക്കുന്നത്. ഇനി കോട്ടയം ജില്ലയിലേക്ക് വന്നാൽ ഏറ്റുമാനൂരിൽ മന്ത്രി VN വാസവൻ അട്ടിമറി ഭീതിയിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏറ്റവും വലിയ അട്ടിമറിയാവും ഉണ്ടാവുക. കോട്ടയം മുൻ DCC പ്രസിഡന്റ് ആയിട്ടുള്ള നാട്ടകം സുരേഷാണ് അദ്ദേഹത്തെ നേരിടുന്നത്. ഏറ്റുമാനൂരിൽ മന്ത്രി VN വാസവൻ കുത്തക മണ്ഡലമാക്കി വെച്ചിരിക്കുന്ന ഏറ്റുമാനൂരിൽ ഇക്കുറി പരാജയ ഭീഷണി അദ്ദേഹത്തെ തുറിച്ചു നോക്കുന്നു. ഇനിയും നമുക്ക് വരാം. ഈ മന്ത്രിസഭയിലെ ഏറ്റവും അധികം വിവാദങ്ങൾ നേരിടേണ്ടി വന്ന മന്ത്രി, ആറന്മുളയിൽ നിന്ന് തുടർച്ചയായ 2 തവണ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറിയ മുൻ മാധ്യമ പ്രവർത്തക കൂടിയായിട്ടുള്ള വീണ ജോർജ് ആകും തോൽവി നേരിടാൻ പോകുന്ന മറ്റൊരു CPM മന്ത്രി എന്നാണ് നമ്മുടെ സർവേയിൽ വ്യക്തമായിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള അബിൻ വർക്കിയോട് വീണ ജോർജ് തോക്കും എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കൊല്ലം ജില്ലയിലേക്ക് വന്നാൽ 3 മന്ത്രിമാരാണ് അവിടെ തോക്കാൻ പോകുന്നത്. അത് ഒന്ന് CPMൻ്റെ മന്ത്രിയായിട്ടുള്ള ധനമന്ത്രി KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ, CPMൻ്റെ തന്നെ മുൻ MLAയും CPMൻ്റെ മുൻ മുതിർന്ന നേതാവുമായിട്ടുള്ള ഐഷ പോറ്റിയിൽ നിന്നും കനത്ത വെല്ലുവിളിയാണ് നേരിടുന്നത് ബാലഗോപാൽ. നമ്മുടെ സർവേ തയ്യാറാക്കുന്ന സമയത്ത് ബാലഗോപാൽ പിന്നിലാണ്. അങ്ങനെ കൊട്ടാരക്കരയിൽ ധനമന്ത്രി KN ബാലഗോപാൽ തോക്കും. പത്തനാപുരത്ത് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഒരു തെരഞ്ഞെടുപ്പിലും ഇന്നേ വരെ പരാജയപ്പെട്ടിട്ടില്ലാത്ത, 2 മുന്നണികളിലും മാറി മാറി നിന്ന് വിജയിക്കുകയും 2 മുന്നണികളിലും മന്ത്രിയാവുകയും ചെയ്തിട്ടുള്ള KB ഗണേഷ് കുമാർ പത്തനാപുരത്തിന് ഏറ്റവും സുപരിചിതനായിട്ടുള്ള MLA. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം അദ്ദേഹത്തിൻ്റെ അവിടുത്തെ വോട്ടർമാരാണ്. എങ്കിൽ പോലും പത്തനാപുരത്ത് കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാനായിട്ടുള്ള ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ തോക്കും എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. ചടയമംഗലത്ത് CPIയുടെ മന്ത്രി ചിഞ്ചുറാണി, മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയായിരുന്നു. അപ്പോൾ ചിഞ്ചുറാണി ചടയമംഗലത്ത് പരാജയപ്പെടും എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ഒരു സർവേ ഫലമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി പരാജയപ്പെടുന്ന പ്രമുഖരിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ളത് മന്ത്രി അപ്പൂപ്പൻ, വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി. സ്വന്തമായി നിരവധി PR വർക്കുകളുണ്ട്. അദ്ദേഹം പിണറായി മന്ത്രിസഭയിലെ തന്നെ മന്ത്രിമാരിൽ അഗ്രഗണ്യനാണ് എന്ന് വരുത്തി തീർത്ത് മുന്നേറുന്ന മന്ത്രി ശിവൻകുട്ടി. നേമത്ത് അദ്ദേഹം വളരെ പിന്നിലാണ്. എനിക്ക് മറുനാടൻ്റെ സർവേ പ്രകാരം BJP നേതാവായിട്ടുള്ള BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറാണ് മുന്നിൽ. അതുപോലെ കോഴിക്കോട് സൗത്തിൽ മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ സർവേ പ്രകാരം പിന്നിലാണ്. അതുപോലെ മന്ത്രി കൃഷ്ണൻകുട്ടി, പിണറായി സർക്കാരിൽ വൈദ്യുതി മന്ത്രിയായിരുന്ന കൃഷ്ണൻകുട്ടി, അദ്ദേഹം ചിറ്റൂർ സീറ്റിൽ LDF പിന്നിലാണ് എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സർവേ. നിലവിലെ മന്ത്രിസഭയിൽ നിന്ന് ഇത്രയും മന്ത്രിമാർ തോക്കുമ്പോൾ എന്നാൽ ആശ്വാസമായിട്ട് ചില മന്ത്രിമാരുടെ വിജയം കൂടി മറുനാടൻ സർവേയിൽ ലഭിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ബേപ്പൂരിൽ നിന്നുള്ള പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്, UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള PV അൻവറിനെ അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ തോൽപ്പിക്കുമെന്നാണ് മറുനാടൻ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വളരെ മുതിർന്ന നേതാവായിട്ടുള്ള, വളരെ മന്ത്രിസഭയിലെ തന്നെ ഏറ്റവും മുതിർന്ന അംഗങ്ങളിൽ ഒരാളായിട്ടുള്ള വനം മന്ത്രി AK ശശീന്ദ്രൻ, അദ്ദേഹം എലത്തൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയാണ് പറയുന്നത്. എറണാകുളം കളമശ്ശേരിയിൽ വ്യവസായ മന്ത്രി P രാജീവ് 2% വോട്ടിന് മുന്നിലാണ്. പക്ഷേ അവിടെ കനത്ത വെല്ലുവിളിയാണ് UDF ഉയർത്തുന്നത്. അദ്ദേഹം അവിടെ വിജയിക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ CPMൻ്റെ വിജയിക്കുന്ന മന്ത്രിമാരിൽ പ്രധാനിയായി P രാജീവ് ഉണ്ടാവും. CPIയുടെ മന്ത്രി, അതായത് റവന്യൂ മന്ത്രി തൃശ്ശൂർ ഒല്ലൂരിൽ മന്ത്രി രാജൻ, അദ്ദേഹവും നമ്മുടെ സർവേ പ്രകാരം വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. ചേർത്തലയിൽ P പ്രസാദ് വിജയിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന മറുനാടൻ്റെ തന്നെ സർവേ ഫലം. ചേർത്തലയിൽ മന്ത്രി P പ്രസാദ്, കൃഷിമന്ത്രി P പ്രസാദ്, അദ്ദേഹം ചേർത്തലയിൽ വിജയിക്കും. ചെങ്ങന്നൂരിൽ മന്ത്രി സജി ചെറിയാൻ വളരെയധികം മുന്നിലാണ്. ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ്റെ വിജയം ഏതാണ്ട് സുനിശ്ചിതമാണ്. വളരെയധികം ആകാംക്ഷയോടെ ആൾക്കാർ നോക്കുന്ന ഒരു മണ്ഡലമാണ്. കാരണം അമ്പലപ്പുഴയിൽ CPM വിട്ട മുൻ മന്ത്രി G സുധാകരൻ ഏറ്റവും കൂടുതൽ
വിമർശനം ഉന്നയിക്കുന്നത് സജി ചെറിയാനെയാണ്. അദ്ദേഹം ഇന്നലെയും സജി ചെറിയാൻ്റെ BJP ബാന്ധവത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. BJPയുടെ ഈ നിലവിലത്തെ ചെങ്ങന്നൂരെ സ്ഥാനാർത്ഥിയായിട്ടുള്ള MV ഗോപകുമാറും സജി ചെറിയാനും തമ്മിൽ നല്ല അന്തർധാരയുണ്ടെന്നും ഇവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്താണ് മത്സരമെന്നും അതുകൊണ്ട് മാത്രമാണ് സജിക്ക് ചെങ്ങന്നൂരിൽ വിജയിക്കാൻ കഴിയുന്നതെന്നും ഇന്നലെയും തുറന്നടിച്ച് സംസാരിച്ചിട്ടുണ്ട്. എബി കുര്യാക്കോസാണ് അവിടെ സജി ചെറിയാൻ്റെ എതിരാളി. പക്ഷേ സജി ചെറിയാൻ തന്നെ ഈ മണ്ഡലത്തിൽ വിജയിക്കും. കാരണം മണ്ഡലത്തിൻ്റെ പൾസ് അറിയാവുന്ന ആളാണ്. മണ്ഡലം സ്വന്തം കൈവെള്ളയിൽ എന്ന പോലെ കൊണ്ടു നടക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വിജയം ഏതാണ്ട് സുനിശ്ചിതമാണ്. പിന്നെ വിജയിക്കാൻ പോകുന്ന മറ്റൊരു മന്ത്രി, അതും CPIയുടെ മന്ത്രിയാണ്, നെടുമങ്ങാട്ട് GR അനിൽ. അദ്ദേഹം വളരെ സുരക്ഷിതമായിട്ടുള്ള നിലയിലാണ്. അദ്ദേഹവും വിജയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും വലിയ തിരിച്ചടി ഈ മന്ത്രിമാരുടെ ഇടയിൽ പരാജയപ്പെടാൻ പോകുന്നത് CPMൻ്റെ മന്ത്രിമാർക്കാണ് എന്നുള്ളതാണ്. ശക്തമായ ഭരണവിരുദ്ധ വികാരം, അതുപോലെ വിവാദമായ വകുപ്പുകൾ, ആരോഗ്യ വകുപ്പ് പോലെയുള്ള വകുപ്പുകൾ. ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജിനെതിരെയാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും അധികം ആക്രമണം ഉണ്ടായിട്ടുള്ളത്, ഏറ്റവും അധികം വിവാദങ്ങൾ ഉണ്ടായിട്ടത് ഈ വകുപ്പിലാണ്. സർക്കാർ ഏറ്റവും അധികം പ്രതിരോധം തീർത്തതും ഈ വകുപ്പിലുണ്ടായ പാളിച്ചകളുടെ പേരിലാണ്. എന്തായാലും പിണറായി മന്ത്രിസഭയിലെ നിലവിലുള്ള 10 മന്ത്രിമാർ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് തന്നെയാണ് മറുനാടൻ്റെ സർവേയിൽ വ്യക്തമാകുന്നത്.